നമ്മുടെ മോദി ഗവൺമെന്റ് പിന്നെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് സിറ്റിസൺഷിപ്പ് ആക്ട്. ആ സമയത്ത് വന്നപ്പോൾ കുറേ മുസ്ലിംസ് റൈറ്റ് ലൈക്ക് എതിർത്തായിരുന്നു, അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാ? അതൊരു ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് സി എ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിന്റെ പൊട്ടഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വാർത്ത വന്നിട്ട് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. സി എയുടെ ബേസിക് എന്ന് പറയുന്നത് പൗരത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഒരു രേഖകളും ഇല്ലാതെ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് റേഷൻ കാർഡും ആധാർ കാർഡും സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ. ഇപ്പോൾ പറയാം, എന്താ, ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഹിന്ദുക്കൾക്ക് മാത്രമേ പൗരത്വം കൊടുക്കുന്നുള്ളൂ, മുസ്ലിങ്ങൾക്ക് എന്തേ പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. റിലീജിയസ് പെർസിക്യൂഷന്റെ ഭാഗമായിട്ട് അത് നമ്മൾ ബേസിക്കലി ആ വേർഡ് അണ്ടർലൈൻ ചെയ്യണം. റിലീജിയസ് പെർസിക്യൂഷന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ മ്യാൻമാറിൽ നിന്നോ ഉള്ള ആ സ്ഥലത്തു നിന്നുള്ള വരുന്ന ആളുകൾക്ക് ഇസ്ലാമിക രാജ്യത്ത്, ഇസ്ലാമിക മത ഫോളോ ചെയ്ത് ഒരു ഇസ്ലാം കൺട്രിയിൽ ഒരു ഇസ്ലാമിന് റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും ഇല്ല. അതൊരു കോമൺ ലോ ആണ്. അപ്പം പക്ഷെ അവിടുത്തെ മൈനോറിറ്റീസിന് അത് നേരിടേണ്ടി വന്നിട്ട് നിരവധി ആളുകൾ ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ എങ്ങനെ നടക്കുന്നത്? അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോയി ചേർക്കണമെങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ആധാർ കൊടുക്കണം, റേഷൻ കാർഡ് കൊടുക്കണം. ഭക്ഷണം കിട്ടണമെങ്കിൽ പോലും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. അത് വാങ്ങണമെങ്കിൽ പോലും ഈ രേഖയുണ്ട്. ഈ രേഖ ഇല്ലാത്ത മനുഷ്യൻ പോലും അല്ലാതെ ഈ ആളുകൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കണ്ടേ? അത് നമ്മളുടെ കടമയല്ലേ? അതെ. പിന്നെ നമ്മുടെ എന്താ കുറെ നമ്മുടെ സിറ്റിസൺ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ നടക്കുക. നമ്മളിപ്പോൾ എല്ലാവരും ജനറലൈസ് ചെയ്ത് ബംഗാളി എന്ന് പറയും. അതിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാടാണ് പാർട്ടിയുടെ മറ്റേ ആട് ടൂവിനകത്തില് ഹക്കീം പറയുന്ന കണക്ക് നമ്മളിവിടെ എന്ത് ചെയ്താലും ഇത് നടത്താൻ അനുവദിക്കത്തില്ലെന്ന്. എന്നിട്ട് ആദ്യം അതിന്റെ റിപ്പോർട്ടും ഡീറ്റെയിൽസ് ഇനാക്ടിവേറ്റ് ചെയ്തത് കൊല്ലത്ത് നടത്തി, കേരളത്തിൽ നടത്തി, അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തത് കേരളത്തിൽ. ഇതൊന്നും ആരെയും എല്ലാവർക്കും നമ്മുടെ ഓരോ നിയമം എൻഷുർ ചെയ്യുന്നത് തന്നെ പ്രഷർ ടു ദ മാക്സിമം എന്നാണ്. പിന്നെ എല്ലാവർക്കും പരമാവധി ആളുകൾക്ക് നീതി ഉറപ്പാക്കുക. പിന്നെ ആർക്കെങ്കിലും നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ജുഡീഷ്യറി. നിയമപരമായ ഏത് വയലേഷനെ, ഏത് ലീഗൽ റൈറ്റിനെ, ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷനെ കോടതിയിൽ നിന്ന് അവർക്ക് നീതി ഉറപ്പാണ്.